إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تقربوا الزنا إنه كان فاحشة وساء سبيلا ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ചാനലുകൾ തുറന്നാലും പത്രം വായിച്ചാലും സ്ത്രീകളുടെ നിലവിളികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ ലോകത്തെ നാറുന്ന കഥകൾ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകിയതുപോലെ സമൂഹത്തിൽ അസഹ്യമായ ദുർഗന്ധമാണ് ഉയർത്തിവിട്ടിരിക്കുന്നത്. അത്തരം വാർത്തകൾ കൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹം വളരെ അസ്വസ്ഥജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ് എല്ലാവരും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് രണ്ട് തരം പരിഹാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. അതിലൊന്ന് സ്രഷ്ടാവിൽ നിന്ന്, മനുഷ്യന്റെ സ്രഷ്ടാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സ്ത്രീ സുരക്ഷയുടെ പാഠങ്ങളാണ്. മറ്റൊന്ന് അത് വിശ്വസിക്കാത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഭൗതികവാദികളും ലിബറലുകളും മുന്നോട്ട് വെക്കുന്ന ചില സ്ത്രീ സുരക്ഷയുടെ ചില വാദങ്ങളാണ്, ചില സങ്കല്പങ്ങളാണ്. എന്നാൽ ഇവിടെ പലപ്പോഴും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീ സുരക്ഷാ പാഠങ്ങൾ അത് പ്രാകൃതമാണ് എന്നും അത് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾക്ക് ഇറങ്ങിയതാണ് എന്നും അത് പുരോഗമന സമൂഹത്തിൽ ഒരിക്കലും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും വിശിഷ്യ ഇന്റർനെറ്റിന്റെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഏതാണ് പ്രാകൃതമായ രീതി, ഏതാണ് പ്രായോഗികമായ രീതി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സുരക്ഷയ്ക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പാഠങ്ങളാണോ ശരിയായ രീതി, അതോ ഇസ്ലാമിന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന ഭൗതികവാദികളും ലിബറലുകളും കൊണ്ടുവരുന്ന കാഴ്ചപ്പാടാണോ സ്ത്രീകളെ സുരക്ഷിതമാക്കുക എന്നത് ഇപ്പൊ ചിന്തിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന ഒട്ടനവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അവർ വിവാഹത്തിലൂടെയല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നതാണ്. വളരെ സുരക്ഷിതമായ ഒരു നിയമമാണത്. അതിനു മുമ്പ് വിവാഹത്തിലൂടെയല്ലാതെ അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് സിനയാണ്, അത് വ്യഭിചാരമാണ്, അത് വലിയ കുറ്റമാണ്.
അതൊരു ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള സ്ഥലമാണ് എങ്കിൽ അവരെ അടിക്കണമെന്നതാണ്, 100 അടി അടിക്കണമെന്നതാണ്. അതുപോലെ തന്നെ എറിഞ്ഞു കൊല്ലുവാനുള്ള അവസരങ്ങളുമുണ്ട്. അത് വിവാഹിതരാണ് വ്യഭിചരിച്ചത് എങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലുകയും അവിവാഹിതരാണ് വ്യഭിചരിച്ചത് എങ്കിൽ പരസ്യമായി അവരെ 100 അടി അടിക്കുകയും ചെയ്യണമെന്നതാണ്. അങ്ങനെ അതിശക്തമായ നിയമങ്ങൾ ഈ വിഷയത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് പോകുന്ന ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികൾ മുഴുവനും ബ്ലോക്ക് ചെയ്തു എന്നതാണ് ഇസ്ലാം വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനം. അതാണ് ഖുർആൻ പറഞ്ഞ വലാ തഖറബു സിന, നിങ്ങൾ ഒരിക്കലും വ്യഭിചരിക്കരുത് എന്നതിനർത്ഥം. വലാ തഖറബു സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുത്തു പോകരുത്, സമീപിച്ചു പോകരുത്. കാരണം ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അതിന്റെ വഴിയുണ്ടല്ലോ ആ വഴി വളരെ മോശമാണ്, മ്ലേച്ഛമായ വഴിയാണ്. അതുകൊണ്ട് ആ വഴിയിലേക്ക് പോലും നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്നതാണ്. വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന വഴികളൊക്കെ ഇസ്ലാം അടച്ചു. ഇന്നിവിടെ കാണുന്ന എന്താ, പൊതുസമൂഹം ചെയ്യുന്നത് വ്യഭിചാരത്തിലേക്ക് പോകുന്ന എല്ലാ വഴികളും തുറന്നു കൊടുത്തു. എന്നിട്ടത് വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറയും ചെയ്യാം. അത് ശരിയാവില്ല. വ്യഭിചാരം നടക്കാതിരിക്കണമെങ്കിൽ അതിലേക്കുള്ള വഴികൾ ആദ്യം അടക്കേണ്ടതുണ്ട്. അത് ഇസ്ലാം അടച്ച വഴികൾ ഏതൊക്കെയാണ്? ഒന്ന്, സ്ത്രീകളോടും പുരുഷന്മാരോടും ഇസ്ലാം പറഞ്ഞതാണെന്ത്, നിങ്ങളെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണമെന്നത്. അത് പെണ്ണുങ്ങളെ ആണുങ്ങളെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു. പുരുഷന്മാരോട് പറഞ്ഞത് എന്താ, ഖുല്ലിൽ മുഅ്മിനീന യഉല്ലൂ മിൻ അബ്സ്വാരിഹിം, ഏ മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ, യഉല്ലൂ മിൻ അബ്സ്വാരിഹിം, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണം. വയഹ്ഫളൂ ഫുറൂജഹും, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. എന്തിനു വേണ്ടി? ദാലിക അസ്കാ ലഹും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേറെ ആര് കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു അത് എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ണ് താഴ്ത്തണം കേട്ടോ. സ്ത്രീകളോട് പറഞ്ഞാൽ എന്താ, വഖുല്ലിൽ മുഅ്മിനാതി, മുഅ്മിനാത്തുകളോട് പറയണം, യഖൂന മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ ദൃഷ്ടികളെ അവരും താഴ്ത്തട്ടെ. വയഫ്ളന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ സൂക്ഷിക്കട്ടെ. ലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അവരിൽ നിന്ന് പ്രകടമായതൊഴിച്ച് ബാക്കിയെല്ലാം അവരുടെ ഔറത്താണെന്ന് അവർ മറച്ചുകൊള്ളട്ടെ. വല്ലദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മക്കന അവരുടെ മാറിടത്തിലൂടെ അവർ താഴ്ത്തിയിടട്ടെ, മാറുകൂടി അവർ മറക്കട്ടെ. ഇങ്ങനെ തുടർന്നു പോവുകയാണ് അവരോടുള്ള നിർദ്ദേശങ്ങൾ. അപ്പൊ എന്താ ചെയ്തത്? ഒന്നാമത്തെ കാര്യം, ഒന്ന്, നിങ്ങളെ കണ്ണിനെ നിങ്ങൾ നിയന്ത്രിക്കണം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തത് പറഞ്ഞാൽ എന്താ അറിയോ, ഹൽവത്ത് പാടില്ല എന്നാണ്. എന്താ ഹൽവത്ത് എന്ന് പറഞ്ഞാൽ, ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല. ഒറ്റക്കായാൽ എന്താ സംഭവിക്കുക? ആൾക്കാർ പറയാറുള്ളത്, എന്താ ഒരാണും പെണ്ണും ഒന്നിച്ചിരുന്ന് ആകാശം ഇടിഞ്ഞു വീഴുമെന്നാ ചോദിക്കല് പലപ്പോഴും. അങ്ങനെ ചോദിച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഹദീസുകളെയും ഒക്കെ പുച്ഛിക്കാറുള്ളത്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അല, അറിയുക മനുഷ്യരെ, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅതി, ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും തനിച്ചാകാൻ പാടില്ല, അവർ ഒറ്റക്കാകാൻ പാടില്ല. അങ്ങനെ ആയാൽ എങ്ങനെ എന്താവും? ഇല്ലാ കാന സാലിസുഹുമാ അശ്ശൈത്വാൻ, അവിടെ മൂന്നാമത് ശൈത്താൻ ഉണ്ടായിക്കൊണ്ടല്ലാതെ അവർക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. അതായത് രണ്ടാണും പെണ്ണും ഒറ്റപ്പെട്ടാൽ പിന്നെ അവിടെ പൈശാചികമായ ദുർബോധനങ്ങൾ ഉണ്ടാവുകയും അവർ തെറ്റിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകരുത് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, കണിശമായ നിലപാട് അതാണ്. പിന്നെ പറഞ്ഞ എന്താ, ഇഖ്തിലാത്ത് പാടില്ല എന്നാണ്. എന്താ ഇഖ്തിലാത്ത് എന്ന് പറഞ്ഞാൽ? അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും യഥേഷ്ടം ഇടകലരുന്ന രംഗങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. നിങ്ങൾ സ്ത്രീകളുടെ ഇടയിലേക്ക് വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. അത് പുരുഷന്മാരോടും പറഞ്ഞു, സ്ത്രീകളോട് പ്രത്യേകവും പറഞ്ഞു. അവിടെ നിങ്ങൾ ചില അരുതുകളും അതിരുകളും ഉണ്ടാകണം. അത് വെച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ്. പിന്നെ സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. അനാവശ്യമായി ഒരാവശ്യമല്ലാതെ കൊഞ്ചിക്കുഴഞ്ഞ് പിന്നാലെ നടന്ന് സംസാരിക്കുന്ന രീതി സ്ത്രീകൾക്ക് നല്ലതല്ല. കാരണം പറഞ്ഞാൽ എന്താ, ഫലാ തഖ്ളഅന ബിൽ ഖൗലി ഫൽയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അങ്ങനെ നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചാൽ എന്താ, ഹൃദയത്തിൽ രോഗമുള്ളവര് എന്ത് ചെയ്യും, നിങ്ങളെ ആക്രമിക്കാൻ കാരണമാകും.
ഹൃദയത്തിൽ രോഗം കൊണ്ട് നടക്കുന്ന അഥവാ ഇത്തരം മോഹങ്ങളുമായി നടക്കുന്ന പുരുഷന്മാരാണെങ്കിൽ അവർ നിങ്ങളെ വഴിയാധാരമാക്കും. അതുകൊണ്ടൊരിക്കലും അങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞ് ഇടപഴകുന്ന സ്വഭാവം സ്ത്രീകൾക്കുണ്ടാവാൻ പാടില്ല എന്നാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കണമെന്നാണ്. മറ്റുള്ളവരുടെ കാമക്കണ്ണുകളെ തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ഒരിക്കലും പാടില്ല. എന്നിട്ട് നിങ്ങൾ ഔറത്ത് മര്യാദക്ക് മറക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ഉദ്ദേശം 2 ലക്ഷ്യ പറഞ്ഞത്. അതെന്തിനു വേണ്ടിയാ? ഒന്ന് നിങ്ങൾ തിരിച്ചറിയാനാണ്. മര്യാദക്ക് മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടാല് അവളെ മോശപ്പെട്ട ഒരു കാര്യത്തിന് കിട്ടൂല. അവൾ തറവാടിയാണ്, അവൾ മാന്യയായ സ്ത്രീയാണ്, അവൾ കുലീനയായ സ്ത്രീയാണ് എന്ന് ആർക്ക് മനസ്സിലാവും? അവരെ ചൂണ്ടയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അതാണ് ഒന്ന് പറഞ്ഞത്. യുറഫിന, അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. വേഷം കൊണ്ട് മനുഷ്യന്മാരെ തിരിച്ചറിയും. പിന്നെന്താ പറഞ്ഞത്? ഫലാ യുദൈൻ, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് നല്ലത്. അവർ ഉപദ്രവിക്കപ്പെടാനും അതാണ് നല്ലത്. അപ്പൊ വേഷം മര്യാദക്ക് വേണം. പിന്നെ പറഞ്ഞത് എന്താ? സ്ത്രീയും പുരുഷനും പരസ്പരം സ്പർശിക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ വിചാരിക്കും എന്താ അതൊക്കെ എത്ര ഗൗരവം? എന്താ റസൂലുള്ള പറഞ്ഞ ഗൗരവം നോക്കി നിങ്ങൾ. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? ഒരാണി എടുത്തിട്ട് നിങ്ങളെ തലക്കണ്ട് അടിച്ച് കയറ്റിയാണ് നല്ലത്. തലമ അടിച്ച് കയറ്റിയ ഒരു ആണി. എന്റെ ഗൗരവം അത്രയും. ഏതിനേക്കാൾ നല്ലത്? ഒരു അന്യ സ്ത്രീയെ നിങ്ങൾ സ്പർശിക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. അപ്പൊ അതിന്റെ ഗൗരവം പറയാനാണ് ആ രീതി പറഞ്ഞത്. ഒരാണി എടുത്തിട്ട് തലക്ക് അടിച്ച് കയറ്റുന്നതാണ് എന്ത്? ഒരു അന്യ പെണ്ണിനെ പോയി തൊടുന്നതിലേറെ നല്ലത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെയോ, സ്ത്രീകൾ ദീർഘയാത്ര നടത്തുകയാണെങ്കിൽ ലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദി മഹ്റമിൻ, അവരെ കൂടെ അവർക്ക് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ഒരാൾ, അതിനാണ് മഹ്റം എന്ന് പറയാം. ഒരു മഹ്റമിന്റെ കൂടെയല്ലാതെ അവർ എന്ത് ചെയ്യാൻ പാടില്ല? യാത്ര ചെയ്യാൻ പാടില്ല. ഇത് ഇസ്ലാം വെച്ച നിബന്ധനയാണ്. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, ഞാൻ ഒരിക്കലും സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുകയില്ല. ഇപ്പൊ ഒരു പുതിയ ഫാഷനാണ് എന്ത്? ആർക്കും വന്നാ വേഗം കൈ കൊടുക്കുക. അതാണും പെണ്ണൊക്കെ തമ്മിൽ കൈ കൊടുക്കുന്ന ഒരു സ്വഭാവം ഇന്ന് ക്യാമ്പസുകളിലൊക്കെ വ്യാപകമാണത്. ഷെയ്ക്കാൻഡ് കൊടുക്കുക എന്നുള്ളത് ആണും പെണ്ണിന് ഒരു വ്യത്യാസമില്ലാത്ത രീതിയായിരിക്കും. റസൂലുള്ള പറയാം, അള്ളാന്റെ റസൂൽ പറയണത് ഞാനത് ചെയ്യൂല, അത് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ സ്പർശിക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാം വെച്ച നിയമം. പിന്നെ പറഞ്ഞത് എന്താ? വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഉണ്ട്? അൽ ഐനാനി സിനാഹുമാ അന്നദർ, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. വൃത്തികേടുകൾ കാണുക എന്നത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. വല്ലുദ്നാനി സിനാഹുമാ അൽ ഇസ്തിമാഅ്, അതുപോലെ ഈ 24 മണിക്കൂറും ഇയർഫോൺ വെച്ച് ഇത്തരം ശൃംഗാരങ്ങൾ കേട്ടു നടക്കുന്ന ആളുകളെ ശ്രദ്ധിക്കുക, അത് കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്. പിന്നെയോ വല്ലിസാനി സിനാഹു അൽ കലാം, നാവ് കൊണ്ട് ഇത്തരം ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ നടത്തുക എന്നത് നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ്. വൽയദു സിനാഹ അൽ ബത്ഷ്, കൈകൊണ്ടുള്ള വ്യഭിചാരമാണ്. കൈകൊണ്ട് അങ്ങനെ പിടിക്കുക എന്നത്, പിടിച്ചാൽ കൈകൊണ്ടുള്ള വ്യഭിചാരമാണ്. വരിജിലു സിനാഹ അൽ ഖതാ, അതിലേക്ക് നടന്നു പോവുക, അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നടന്നു പോകൽ കാലിന്റെ വ്യഭിചാരമാണ് എന്നാണ്. അപ്പൊ എന്തുണ്ട്? കണ്ണ്, അതുപോലെ കാല്, കയ്യ്, നമ്മുടെ എല്ലാ അവയവങ്ങളും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ എത്ര കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ സ്ത്രീകൾ സുരക്ഷിതമായി നിലകൊള്ളാൻ ഇസ്ലാം വെച്ച അതിന്റെ കുറ്റിയും കുളത്തുമാണ്. ഇപ്പൊ ഒരു വീട്ടിൽ മോഷണം നടന്നു, എന്റെ 10 ലക്ഷം രൂപ പോയി, കുറെ സ്വർണം പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങാടി ഇരുന്നുകൊണ്ട് കരയാണ്. അപ്പൊ ജനങ്ങൾ ചോദിച്ചു, എന്ത് അപ്പൊ ഈ വീട് പൂട്ടിയിരുന്നില്ലേ? ഇല്ല, ഞാൻ ഗേറ്റ് പൂട്ടിയിരുന്നില്ല. വാതിൽ അടച്ചിരുന്നില്ലേ? ഇല്ല, വാതിലും അടച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അലമാരിന്റെ താക്കോലൊക്കെ അലമാരമ്മ തന്നെയായിരുന്നു. വീട്ടിലാരെങ്കിലും ഉണ്ടായിരുന്നു? ആരും ഉണ്ടായിരുന്നില്ല. ഈ വേറെ ആയിരിക്കലോ ഞാൻ പറഞ്ഞു നീ അവിടെ ഉണ്ടാവില്ല, നമ്മളെന്താ പറയാ അയാളോട്? പിന്നെ അവന്റെ കാശ് പോയിന്ന് വല്ല കാര്യമുണ്ടോ? ആദ്യം ആ വീട്ടിൽ കള്ളം കിടക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന്റെ മുന്നിലുള്ള ഡോർ, പിന്നെ ഗേറ്റ് അടക്കാൻ, രാത്രി വാതിൽ പൂട്ടണം. അതുപോലെ തന്നെ അതൊക്കെ ബന്ദോബസ്താക്കണം. നമ്മളെ കൊണ്ട് കഴിയാവുന്ന ശ്രദ്ധകൾ നമ്മൾ ചെയ്യണം. അത് ചെയ്യാതെ എല്ലാം തുറന്നിട്ട് കൊടുക്കുക. എന്താണ് നമ്മളെ സഹോദരിമാരുടെ അവസ്ഥ? ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തി ജീവിക്കണം. ഒരു നിബന്ധനയില്ല, ഒരു നിയന്ത്രണമല്ല. ഇങ്ങനെ ജീവിക്കും ചെയ്യും. എന്നിട്ട് ഇന്നെ കയറി പിടിച്ചു, എനിക്ക് പ്രശ്നമുണ്ടായി എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പൊ അവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ,
കടിക്കണ പട്ടിനെയല്ലേ കെട്ടിടേണ്ടത്? അഥവാ ഈ അക്രമികളെ പുരുഷന്മാരല്ലേ പിടിച്ച് കെട്ടിടേണ്ടത്? ഞങ്ങൾ സ്ത്രീകൾ എന്ത് ചെയ്യാനാ? ശരിയാണ്, രണ്ടും വേണം. കടിക്കണ പട്ടിണിയും കെട്ടിയിടണം, അതോടൊപ്പം കടിക്കണ പട്ടികൾ നാട്ടിലുണ്ട് പറഞ്ഞാൽ ആ വഴിക്ക് പോകാതെ കൂടിയും വേണം. രണ്ടും ചെയ്യണം. നമ്മൾ അങ്ങാടി കൂടി പോകുമ്പോൾ പറയണം, റോഡിൽ കൂടി പോകുമ്പോൾ പറയണത്, റോഡിൽ ആ വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് എന്താ നിയമല്ലേ, അവര് നിയമം പാലിച്ചു കണ്ടല്ലേ വണ്ടി ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ റോഡിന്റെ ശ്രദ്ധ ഇല്ലാതെ നടന്നാലോ? നമ്മളെ ദേഹത്ത് വാഹനം വന്ന് ഇടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ആണും ശ്രദ്ധിക്കണം, പെണ്ണും ശ്രദ്ധിക്കണം. അത് യാതൊരു തർക്കമല്ല. അതിന് രണ്ടു കൂട്ടർക്കും നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ ഈ ഭൗതികവാദികൾ, ലിബറലുകൾ, പ്രത്യേകിച്ച് ഈ സിനിമാ ലോകത്തൊക്കെ ഉള്ള ആളുകളൊക്കെ പറയാറുള്ളത് ഇതൊക്കെ ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൽ പറയേണ്ട വിവരമാണ്. ഈ പുരോഗമന കാലത്ത് ഇത് പറയാൻ പറ്റും? ഒരാണും പെണ്ണും അടുത്തിരിക്കുമ്പോഴേക്ക്, ഒന്ന് കൈ കൊടുക്കുമ്പോഴേക്ക്, ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴേക്ക് ആകാശം ഇടിഞ്ഞു വീഴും, എവിടുന്നാ കാക്കങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കുന്ന അവസ്ഥ എത്ര കാലായി അനുഭവിക്കണം? എന്നിട്ട് അവരെന്താ പറയുന്ന മാർഗം? ഞാനതാ പറഞ്ഞത്, അവർക്ക് സ്ത്രീ സുരക്ഷയ്ക്ക് പറയുന്ന മാർഗം എന്താ അറിയോ? ഇനി പുരുഷന്മാരും സ്ത്രീകളും ഒരു വ്യത്യാസവും വേണ്ടാന്ന് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് മഹാരാജാസ് കോളേജിലെ വലിയ ഒരു പുരോഗമനമായി ഇന്ന് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞ സാധനം? ആണുങ്ങൾക്ക് ജെൻസിന് വേറെ ടോയ്ലറ്റ്, സ്ത്രീകൾക്ക് വേറെ ടോയ്ലറ്റ്. അതാണ് നമ്മുടെ നാട്ടിലെല്ലാ സിസ്റ്റം. അത് മാറിയിട്ട് ആണിനും പെണ്ണിനും ഒരു ടോയ്ലറ്റ് മതി. അതത്ര വലിയ വിപ്ലവം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വിപ്ലവമാണ് ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നത്. അതാണ് സ്ത്രീ സുരക്ഷയുടെ രീതി എന്നാ പറയുന്നത്. അതായത് സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടാക്കിയതാണ് കുഴപ്പം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിങ്ങനെ സ്ത്രീകൾ ഒക്കെ ഇങ്ങനെ മൂടി പൊതച്ച് നടക്കുന്നതാണ് കുഴപ്പം. അതൊക്കെ തുറന്നിട്ട വിഷയം തീരും. അതുപോലെ ആണും പെണ്ണും അകന്നു നിൽക്കുന്നതാണ് കുഴപ്പം. അതൊക്കെ ഒന്നിച്ചുകൊണ്ടിരുന്ന വിഷയം തീരും. അങ്ങനത്തെ ഒരു ലോകം സൃഷ്ടിച്ചാൽ അവിടെ സ്ത്രീ സുരക്ഷയായിരിക്കും എന്നുള്ളത് നമ്മുടെ സിദ്ധാന്തം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയ ലോകത്തിന്റെ പേരാണ് ചലച്ചിത്ര ലോകം എന്ന് പറയുന്നത്, സിനിമാ ലോകം എന്ന് പറയുന്നത്. എല്ലാം സർവതന്ത്ര സ്വതന്ത്രരായി വിലസുന്ന ഒരു ലോകം. ആ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെയാണ് ഇന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒലിച്ച പോലെ നാട്ടിൽ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളല്ല, രണ്ടാളല്ല. മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയപ്പോൾ അവിടെ നിന്ന് പാറകളാണ് ഒലിച്ചു വന്നതെങ്കിൽ സിനിമാ ലോകത്ത് ഉരുൾപൊട്ടിയപ്പോ താരരാജാക്കന്മാരുടെ തലകളാണ് ഇന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും രണ്ടൊന്നല്ല. ഏത് ലോകത്തുനിന്നായി വരുന്നത്? സിനിമ, അതായത് സ്ത്രീ സുരക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ലോകം വേണമെന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല, ഓരോ ആളുകൾ നടിമാര് രംഗത്ത് വന്ന് പറയണം, പത്രസമ്മേളനം നടത്തുമ്പോൾ എന്താ പറയണത് അറിയാം? ഇനി ഒരു നിയമം കൊണ്ടുവരണം. എന്താ നിയമം? ഒരു സംവിധായകന്റെ റൂമിലേക്ക്, ഒരു നടന്റെ റൂമിലേക്ക് ഒരു സ്ത്രീ കയറി ചെല്ലുമ്പോൾ കൂടെ ഒരാളും കൂടി വേണം, ഒറ്റക്ക് പോകാൻ പാടില്ല. ഇതാണ് ഇപ്പൊ നിയമം കൊണ്ടുവരണം എന്ന് പറയുന്നത്. അള്ളാന്റെ റസൂല് പറയണത് ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാവാൻ പാടില്ല. അവിടെ മൂന്നാമനായി ആരുണ്ടാവും? ശൈത്താൻ ഉണ്ടാവും. അത് പ്രാകൃതമായി ഒരു വകതിരിവില്ലാത്ത 6-ാം നൂറ്റാണ്ടിലെ വാദമായിട്ട് അവർ ചിത്രീകരിക്കും. എന്നാൽ അനുഭവിച്ച് സ്ത്രീ പീഡനത്തിന്റെ ഇരകളായി മാറി അവസാനം അവരെന്നെ പറയണത് ഇനിയിപ്പോ ആണുങ്ങളെ റൂമിൽ ഒറ്റക്ക് പോകാൻ പറ്റില്ല, ഒരു പെണ്ണിന്റെ കൂടെ ഒരു കുടുംബക്കാരാരെങ്കിലും ഒരാൾ കൂടി വേണം എന്ന് അവര് പറഞ്ഞത് പുരോഗമനം. എന്താ സംഭവം? സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ നിയമങ്ങളൊക്കെ പറയും. സർക്കാർ ഒരു കമ്മിറ്റി നിയമിച്ചു. ആ കമ്മിറ്റിയുടെ പ്രധാന സജഷൻ എന്താ? ഇനി ഈ ലോകത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടപഴകാൻ ചില നിബന്ധനകൾ കൊണ്ടുവരണം, ചില നിയമാവലികൾ കൊണ്ടുവരണം എന്നാണ്. അതല്ലേ ഇപ്പൊ ഈ പറയണോക്കെ. ആ നിയമം കൊണ്ടുവന്നതാണ് എന്ത്? ഇസ്ലാം പ്രാകൃതാകാൻ കാരണം, ഇസ്ലാം മോശമാകാൻ കാരണം, ഇസ്ലാം സ്ത്രീകളെ ചാക്കിന്റെ ഉള്ളിലാക്കി എന്ന് പറയാൻ കാരണം. ഇതാ അള്ളാഹ് പറഞ്ഞത്. മനുഷ്യന്മാരെ സൃഷ്ടിച്ചതാണ് പടച്ചോൻ. ആ പടച്ചോൻ അറിയാം മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന്. അപ്പൊ ഈ നിബന്ധനകളൊക്കെ പാലിച്ചാൽ മാത്രമേ രക്ഷ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇനിയും അത് തുടരും. അതുകൊണ്ട് ഇത്തരം ഭൗതികവാദികളും ലിബറലുകളും ഇനിയെങ്കിലും മതത്തെ പുച്ഛിക്കാതിരിക്കാനും മതം മുന്നോട്ട് വെക്കുന്ന ആ ആശയങ്ങൾ എന്താണ് എന്ന് തുറന്ന മനസ്സോടുകൂടി പഠിക്കാനെങ്കിലും ഈ ഒരു സമയത്തെങ്കിലും അവർ തയ്യാറായാൽ നന്നു എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. എങ്കിലേ ഇത്തരം പ്രശ്നങ്ങൾക്ക് എന്തുള്ളൂ ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഏതൊരു വിഷയം വരുമ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ കാഴ്ചപ്പാട് എന്താണ് ഇതിലൊക്കെ എന്ന് മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ തങ്ങളുടെ മനസ്സിൽ നിന്ന് കൊണ്ടുവന്ന കുറെ നിയമങ്ങൾ വെച്ചുകൊണ്ട് സ്ത്രീകളെ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചപ്പോൾ അത് പ്രായോഗികമല്ല എന്ന് അനുഭവത്തിൽ നിന്ന് ഇവിടെ ഒരു സമൂഹം പഠിച്ചിരിക്കുന്നു. എന്നിട്ട് അവരിപ്പോ ഇസ്ലാമൊക്കെ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകളും നിയമങ്ങളൊക്കെ നിയമമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ സമുദായത്തിലെ ആൾക്കാർ, ഞാൻ ഇസ്ലാമാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ബഷീറാണ്, ഞാൻ നാസറാണ്, ഞാൻ അഷറഫാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇപ്പൊ ഒരു വലിയ സംഭവമായിട്ട് അവർ ഈ സിനിമാ ലോകത്തിലേക്ക് അങ്ങോട്ട് പോകുന്നു. അതായത് ഈ മാറുന്നിറങ്ങുന്ന സിനിമയൊക്കെ കണ്ട് അതിന്റെ കഥ പറഞ്ഞ് അതൊരു സംഭവമാക്കി അതിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇന്നും യുവാക്കളുടെ ഇടയിൽ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്റർനെറ്റ് വന്നതോടുകൂടി സിനിമാ ശാലകളിൽ പോകേണ്ടതില്ല, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കാണാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഈ വിഷയം മുന്നിൽ വെച്ചിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിക്കണം. അതായത് ഇത്തരം ലോകത്ത് അഭിരമിക്കാനാണ് ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിൽ ലളിതമായി മാറും, നിസ്സാരവൽക്കരിക്കപ്പെടും. ഇതൊന്നൊരു കുഴപ്പമില്ലാന്ന് തോന്നും. കാരണം 24 മണിക്കൂർ ഇതിങ്ങനെ കാണുമല്ലേ, ഇത് കാണുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് എന്തായിരിക്കും കയറുക? പിന്നെ ഇസ്ലാം ഇതിൽ വെച്ചിരിക്കുന്ന നിയമങ്ങൾ കാണുമ്പോൾ അതിൽ ഇടങ്ങാറാക്കലെന്നാ തോന്നുക. അത് കാരണം എന്താ, ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ട് സാദാ സീതാ സംഭവമായി മാറി, ഒരു കുഴപ്പമില്ല, നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു വിഷയമായി മാറും. അപ്പൊ ഒന്നെനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ കാണുമ്പോൾ ഈ ആർഭാടങ്ങളും ആഭാസങ്ങളും ഈ സിനിമാ ജ്വരവും സമുദായത്തിലേക്ക് കടന്നു വരുന്നത് ഇനിയെങ്കിലും തടയിടാൻ സമുദായത്തിലെ ആൾക്കാരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ വിവാഹ രംഗത്തുള്ള ആർഭാടങ്ങൾ, എവിടെ ആളുകൾ കൂടിയാലും അവിടെ ആണും പെണ്ണും കൂടി കളിക്കാനും ഡാൻസ് ചെയ്യാനും ഒരു മാർഗം എന്താണെന്നാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് ആഘോഷം പേരിടുക. അതിന്റെ മുന്നിൽ മുസ്ലിങ്ങൾ നിൽക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഗുരുതരമായ അവസ്ഥ. മുസ്ലിമീങ്ങൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്? സിനിമാ താരങ്ങളെയാണോ? ചലച്ചിത്ര നടിമാരെയാണോ? ചലച്ചിത്ര നടന്മാരെയാണോ? ഏതെങ്കിലും ക്രിക്കറ്റ് താരങ്ങളെയാണോ? ദൈവനിരാസത്തിൽ ഊട്ടപ്പെട്ട മനുഷ്യന്മാർ ചെയ്യുന്നതാണോ? ഒരിക്കലുമല്ല. പക്ഷെ നമ്മളെ കുട്ടികളുടെ തല മുടി വെട്ടിയിരിക്കുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു സിനിമാ സ്റ്റാർ ഏതെങ്കിലും പുതിയ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അയാൾ സ്വീകരിച്ച ഹെയർ സ്റ്റൈലാണ് പലപ്പോഴും കുട്ടികൾ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവനിരാസത്തിൽ ഊന്നിപ്പോയ ആൾക്കാർ പച്ച കുത്താറുണ്ട്, ശരീരത്തിൽ മുഴുവൻ പച്ച കുത്താറുണ്ട്. പച്ച കുത്തുന്നത് ഒരിക്കലും ഇസ്ലാമിന് പാടില്ലാത്തതാണ്. എന്നിട്ട് അതേപോലെ പച്ച കുത്തി നടക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്, പുറത്തും ശരീരത്തിലും കഴുത്തിലൊക്കെ. ആരെയാണ് നമ്മൾ മാതൃകയാക്കുന്നത്? അള്ളാന്റെ റസൂലിനെയാണ് വിശ്വാസികൾ മാതൃകയാക്കേണ്ടത്. പെൺകുട്ടികളുടെ അവസ്ഥ എന്താ? പെൺകുട്ടികളുടെ ഞെരിയാണിക്ക് മേലെ അവരെ ചുരിദാറിന്റെ പാന്റിങ് ഇങ്ങനെ കയറി വരും. ആൺകുട്ടികളത് ഇറങ്ങി പോവുകയാണ്. ഇസ്ലാം പറഞ്ഞാൽ എന്താ? ആൺകുട്ടികളത് കയറി നിൽക്കണം, പെൺകുട്ടികളത് ഇറങ്ങണം എന്നാണ്. നേരെ തിരിച്ചല്ല ഇപ്പൊ സംഭവിക്കണേ. ഇതൊക്കെ സിനിമയിൽ നിന്ന് പഠിക്കണതാണ്. വേഷം ഓരോ പ്രാവശ്യവും ടെക്സ്റ്റൈൽസ് ചെല്ലുമ്പോ നമ്മളെ വേഷം നമ്മളല്ല, മുസ്ലിമിന്റെ വേഷം മുസ്ലിമാണ് തീരുമാനിക്കേണ്ടത്. അതിന് പകരം ഫാഷൻ ഡിസൈനേഴ്സ് തീരുമാനിച്ച് വിപണിയിൽ ഇറക്കുന്ന ഏതൊരു വസ്ത്രമാണോ അത് അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കണം. ഇതൊക്കെ പഠിച്ചോളൂ. ഇതൊക്കെ പോകുന്നത് ഇത്തരം അപകടകരമായ സാഹചര്യം. ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന കുട്ടികൾ അവർ സ്വപ്നമായി കാണുന്നത് ആരെയാണ്? എനിക്കൊരു സിനിമാ താരമാകണം, എനിക്കൊന്ന് സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് അവിടെ നിന്ന് പാട്ട് പാടണം. ഈ രീതിയിലേക്കാണ് കുട്ടികൾ വളരുക. അപ്പൊ അതൊക്കെ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അള്ളാന്റെ റസൂലാണ് നമ്മളെ മാതൃകയാകേണ്ടത്. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ള ഷഹാദത്തുൽ കലിമ. പക്ഷെ ഒരു കാര്യമില്ല, എല്ലാവർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കാൻ കഴിയില്ല. അത് പറഞ്ഞു നോക്കി, നിങ്ങൾ ആർക്കേ കഴിയുള്ളൂ അറിയോ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുള്ളത്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും അത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നും അതേപോലെ തന്നെ പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമേ പ്രവാചകനെ മാതൃകയാക്കാൻ കഴിയുള്ളൂ. വദക്കറ അല്ലാഹ കസീറ. അള്ളാഹുവിനെ സദാസമയവും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ പരലോകത്തിലും പടച്ചവനിലൊക്കെ വിശ്വാസമുള്ള ആളുകൾക്കേ പ്രവാചകനെ മാതൃകയാക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളെന്ന് വിലയിരുത്തിയാൽ മതി. നമുക്ക് എത്ര ആയാലും ഈ അനിസ്ലാമിക വേഷങ്ങളും വിധാനങ്ങളും നടപ്പും രീതിയും ഒഴിവാക്കാൻ കഴിയണില്ലെങ്കിൽ പരലോക ബോധം മനസ്സിൽ നിന്ന് പോയിക്കണമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഈ ഒരു വിവാദങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ സ്വന്തത്തിലേക്കൊന്ന് ചിന്തിച്ച് ഈ സിനിമാ ലോകത്ത് നിന്ന് എല്ലാവരും മടങ്ങുമ്പോൾ അതിലുള്ള ആൾക്കാർ കൂട്ടക്കരച്ചിൽ നടത്തുമ്പോൾ ആ ഒരു പിഞ്ഞാണക്കൂട്ടിലേക്ക് കയറി പോവുകയല്ല വിശ്വാസികൾ ചെയ്യേണ്ടത്. ഒരു ആത്മവിചാരണ നടത്തി ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തുനിന്ന് നമ്മൾ തിരിച്ചു പോകേണ്ടവരാണെന്ന് മനസ്സിലാക്കുക. കണ്ണുകൊണ്ടും കാതുകൊണ്ടും വ്യഭിചാരമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്.
ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഉത്തരം നാളെ പരലോകത്ത് നമ്മൾ പറയേണ്ടി വരും. ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് ആ പരലോകത്ത് രക്ഷപ്പെടാൻ വിശ്വാസികൾക്കോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിഷമം അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്കൊക്കെ അല്ലാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا رب الرحمن الرحيم. الله